നമസ്കാരം. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കവേ ഭീഷണി മുഴക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. കമ്മ്യൂണിസ്റ്റായ സൊഹ്റാൻ മംദാനി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിലേക്കുള്ള ഫണ്ടുകൾ തടയുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് ഇന്ത്യൻ വംശജനും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ സൊഹ്റാൻ മംദാനി എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെയാണ് തന്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് ട്രംപ് എതിർപ്പുയർത്തുന്നത്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ന്യൂയോർക്ക് ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവിടെ കയക്കുന്ന പണം വെറും പാഴ്ചെലവാണെന്നാണ് ട്രംപ് പറഞ്ഞത്. മംദാനിയാണ് മേയറെങ്കിൽ ന്യൂയോർക്കിന് ധാരാളം പണം നൽകുന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ട്രംപ് പറയുന്നു. നിലവിൽ സ്റ്റേറ്റ് അസംബ്ലി അംഗമായ 34-കാരനായ സൊഹ്റാൻ മംദാനി നാളുകളായി ട്രംപിന്റെ കണ്ണിലെ കരടാണ്. നിർണായകമായ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഗവർണർ ആൻഡ്രൂ കുമോ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഖത്തീസ് സ്ലിവ എന്നിവരാണ് മംദാനിയുടെ എതിരാളികൾ. മംദാനിക്കാണ് കൂടുതൽ സാധ്യത പ്രവചിക്കപ്പെടുന്നത്. പ്രസിഡന്റ് ട്രംപിനെ നേരിടാനായി ഒരാളെ വേണമെന്നാണ് മംദാനിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഇസ്രായേലിനെ വംശഹത്യ എന്ന പേരിൽ വിമർശിച്ചതും ഉൾപ്പെടെയുള്ള നിലപാടുകളാണ് മംദാനിക്കെതിരെ പ്രവർത്തിക്കാൻ ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത്. ഗാസയിലെ വംശഹത്യയ്ക്ക് സഹായം നൽകുന്നതിനെ എതിർക്കുകയും ന്യൂയോർക്കിലെത്തിയാൽ യുദ്ധക്കുറ്റവാളിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും മംദാനി പ്രഖ്യാപിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണെന്നും മംദാനി ആരോപിച്ചിരുന്നു. അതേസമയം മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിയെ ഫോണിൽ വിളിച്ച് പിന്തുണയും ആശംസകളും അറിയിച്ചിട്ടുണ്ട് മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ഒബാമ വാഗ്ദാനം ചെയ്തു. തന്റെ പ്രധാന എതിരാളിയായ മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യൂമോക്കും റിപ്പബ്ലിക്കൻ നോമിനിയായ ഖത്തീസ് സ്ലീവയ്ക്കുമെതിരായ മംദാനിയുടെ പ്രചാരണ മിടുക്കിനെയും ഒബാമ പ്രശംസിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലേക്ക് പുതിയ രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഫോണിൽ ഇരുവരും സംസാരിച്ചുവെന്നും മംദാനി ഒബാമ അഭിനന്ദിച്ചുവെന്നും അദ്ദേഹത്തിന്റെ വക്താവ് ഡോറ പെക്കേക്കും പറഞ്ഞു. മംദാനിയുടെ പ്രചാരണത്തെക്കുറിച്ച് പറയുമ്പോൾ മുൻകാലത്ത് സ്വന്തമായി നടത്തിയ രാഷ്ട്രീയ തെറ്റുകളെക്കുറിച്ചും ഹാസ്യരൂപേണ ഒബാമ കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടണിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ ഡെമോക്രാറ്റുകളോട് ഒബാമ ആഹ്വാനം ചെയ്തിരുന്നു. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയിൽ നടക്കുന്നതെല്ലാം അധാർമികവും നിയമലംഘനവുമാണെന്നും ഒബാമ പറഞ്ഞിരുന്നു. ഗവർണർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് US ശനിയാഴ്ച നടന്ന പ്രചരണ റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെർജീനിയ, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളായ അബിഗെയിൽ സ്പാൻബർഗറിനും മിക്കി ഷെറിനും വേണ്ടിയാണ് ഒബാമ പ്രചരണത്തിനിറങ്ങിയത്. ഉഗാണ്ടയിൽ ജനിച്ച ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മംദാനി പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രൈമറിയിൽ ക്യൂമോയും സ്ലീവയും നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകളും നേടി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് ഗവർണർ സ്ഥാനം രാജിവെച്ച ക്യൂമോ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മംദാനിയോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്.